ദീപക് മോഹൻ കൂടി ചേരുകയാണ്. ദീപക് മോഹൻ വയനാട്ടിലെ സർക്കാർ ടൗൺഷിപ്പിലാണുള്ളത്. ദീപക്, വലിയ രീതിയിൽ UDF-ഉം NDA-യും അതായത് ഈ ടൗൺഷിപ്പിലെ വീടുകൾ താമസയോഗ്യമാക്കാത്തതിൽ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടം ഒരു വാർത്താക്കുറിപ്പിലൂടെ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണല്ലേ? തീർച്ചയായും വിനീത, ഞാനിപ്പോൾ ഉള്ളത് ടൗൺഷിപ്പിലെ 2ാം ഫേസിലാണ്. 1ാം ഫേസിൽ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇവിടെ എത്രത്തോളം ജോലി മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഈ ടൗൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലൊക്കെ പ്രധാന വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇതിപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ സ്പെഷ്യൽ ഓഫീസർ അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. ആദ്യഘട്ടത്തിൽ ഉള്ള 178 വീടുകൾ ഏപ്രിൽ 15-നകം താമസയോഗ്യമാക്കാനുള്ള നിർമ്മാണ പ്രവർത്തികൾ ഏകദേശം 80% പൂർത്തിയായിട്ടുണ്ട്. 1300-ലധികം തൊഴിലാളികളാണ് ഇന്നിവിടെ ജോലി ചെയ്യുന്നത്. രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന ഇവർ ഇന്നും നാളെയുമൊക്കെ ആയി തന്നെ 1300-ലധികം പേർ ഉണ്ടാകുമെന്നാണ് ഊരാളുകളുടെ അധികൃതർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. നിലവിൽ 80%-ലധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 24 വീടുകളുടെ പണി പൂർണ്ണമായും കഴിഞ്ഞു. ഏപ്രിൽ 5-നകം 76 വീടുകളും ഏപ്രിൽ 15-നോടെ 1ാം ഘട്ടത്തിലെ മുഴുവൻ 178 വീടുകളും പൂർത്തിയാക്കാനാണ് ശ്രമം. ടൗൺഷിപ്പിലെ ഈ അനുബന്ധ സൗകര്യങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതിന് പ്രകാരം ഇവിടെയുള്ള 88 വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശുദ്ധജല വിതരണത്തിനും ഡ്രെയിനേജ് സംവിധാനത്തിനുമായി 3200 വാട്ടർ സപ്ലൈ ലൈൻ ചെയ്തിട്ടുണ്ട്. വൈദ്യുതി സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് 500 മീറ്ററിലധികം ഹൈ ടെൻഷന്റെ കേബിളുകൾ, അതുപോലെ തന്നെ 2000 മീറ്ററിലധികം ലോ ടെൻഷൻ കേബിളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 3 ട്രാൻസ്ഫോമറുകളുടെ പണി പൂർത്തിയായി. അതുപോലെ തന്നെ 50 തെരുവിളക്കുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 35,000 ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായി. 1600 മീറ്റർ ഡ്രെയിനേജ് ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള പണിയും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ടൗൺഷിപ്പിൽ പണി വളരെ പതുക്കെയാണ്, അല്ലെങ്കിൽ മതിയായ ജോലിക്കാരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ് നിറയെ 1300-ലധികം തൊഴിലാളികളുണ്ട്. അവർ രാപ്പകലില്ലാതെ പണിയെടുക്കുന്നു. ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഘട്ടം ഏറ്റവും അവസാനമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഫേസ് 5 ഫേസുകളിൽ ഏകദേശം 64 ഹെക്ടറുകളായിട്ടാണ് 410 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത്. അതിൽ തന്നെ 1ാം ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത 178 വീടുകൾ ഏപ്രിൽ 5-ഓടെ, ഏപ്രിൽ 15-ന് മുൻപായി, വിഷുവിന് മുൻപായി ദുരന്തബാധിതർക്ക് കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ പണി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ടൗൺഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനീത, ശരി, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അനുസരിച്ച് 5-ാം തീയതിക്കകം ആദ്യഘട്ടത്തിലെ വീടുകൾ കൈമാറും. 15-ാം തീയതിക്കകം മുഴുവൻ വീടുകളും, അതായത് നേരത്തെ പറഞ്ഞ 178 വീടുകളും കൈമാറുമെന്നതാണ് ജില്ലാ ഭരണകൂടം ഇന്ന് അറിയിക്കുന്നത്. ദീപക് മോഹൻ വിശദാംശങ്ങൾ.